അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തത് ആവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. എത്തിപ്പോയി. എത്തി എന്താ എന്താ അക്കൗണ്ട്സ് ഫയൽ. അയ്യോ അതല്ല, അയ്യോ മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാന്റ് ഇട്ടിട്ട് വരാം. ഇവിടെ തരിക. ഒരു മറവ് പറ്റിപ്പോയി സുഹൃത്തിനെ. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ? പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ അക്കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ ചോദിച്ചിട്ട് തന്നെ കാര്യം. അടിയോടി 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 എന്തോ ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടം മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ. അവരുടെ സംഗീതത്തിലുള്ള ആന്റിബയോട്ടിക്സ്. അത് മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഓപ്പേ അതിങ്ങോട്ടെടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിനെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നും രമ അറിയില്ലേ? സുധാകരന്റെ രമ. ഓ ആ രമ. 10-25 തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ച അതല്ല, രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്ന. കമ്പ്യൂട്ടറിലെ ചാട്ടോ ആയമ്മയ്ക്ക് അറിയോ? ഓപ്പേ സുഭദ്ര അമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടെ ആട്ടത്തിനും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ? കേട്ടോ? എന്തോ അയ്യോ എടോ വക്കീലെ പറയുന്നത് കേട്ടോ. എന്തോ എന്തോ ഇവരെവിടെ പോയി? എടോ എന്തോ കത്തിക്കുത്ത് കേസിലെ സാക്ഷി മുങ്ങിയെന്ന്. കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട, 3-ാം ദിവസം കരയ്ക്ക് എടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത്. പുഴയിലാണെങ്കിൽ അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാക്കണ്ടേ. പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. എന്റെ ആർക്ക് സാറേ? സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം. നല്ല മണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട. അതിന്റെ ശേഷി അടിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം? ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകന് ഏരിയ കിട്ടില്ല. എന്താ എന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലെ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്.
കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല, അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ. അന്വേഷിക്കണം. കള്ളസാക്ഷി പറയാൻ ആളെ പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ലേ അത്? എന്നാ അന്വേഷിക്കണം വേഗം. ആ ഒരുത്തനുണ്ട്, ഒരു ചാർലി. പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞതായിരുന്നു, പിന്നെ എന്താ നീ പിടിച്ചു നിർത്തി വാങ്ങിയില്ല? അതിനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ആ ചാർലി ഇങ്ങോട്ട് വരണ്ടേ? ഇനിയിപ്പൊ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് 4 പിള്ളേരും അല്ലാതെ. ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ 2 പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാരേ സാറേ, ഇവിടെ ചവിട്ടിയാലേ അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? എവിടെ? ഒരു ദിവസം അവനെ കൈ കിട്ടും. താനിങ്ങനെ എല്ലായിടത്തും നിന്ന് ക്രോസ് സുസാരം നടത്തിയാലേ ചാർലിയോടാന്ന് ആരും പറഞ്ഞു തരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ആ ഒരു ബന്ധുവാ. സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാടാ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്. എടുക്കടാ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞോടാ. നിനക്കറിയില്ലടാ ചാർലി എവിടെയാണെന്ന്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന് സഹായിക്കും ചേട്ടാ. ആ കൊച്ചു വീണെടുക്കല്ലേ, വാ. ആർക്കെ സാർ ഇതിൽ ഇടപെടണ്ട, അത് പുലിവാലാവും. താൻ എന്ത് മനുഷ്യത്വമില്ലായ്മയോട് പറയുന്നേ? ഒരു കൊച്ചു വീണെടുക്കുമ്പോ ചേട്ടാ ഒന്ന് സഹായിക്കും പ്ലീസ്. ആശുപത്രി കൊണ്ടുപോകാനാ. എല്ലാരും ഒന്ന് സഹായിക്കും. എല്ലാരും പ്ലീസ് ഒന്ന് സഹായിക്കും. നീ എന്ത് പണിയാ കാണിക്കുന്നത്? ഇതിനെ ആശുപത്രിയിലേക്ക് എടുക്ക്. സാറ് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ മിണ്ടാരടാ, അവനെടുക്ക്. അതാ വലത്തോട്ടുള്ള വഴി പോ സാറേ. കുറെ നേരമായാലും ഓടുന്നത്. ഏത് ആശുപത്രിയാ? രാജഗോപാലൻ ഡോക്ടർ ആശുപത്രി അതാ. അല്ല സാറ് നിന്നെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാലോ. ഇടത്തോട്ട് അല്ല വലത്തോട്ട് വലത്തോട്ട്. കുറെ നേരമായാലും ഈ ഇടത്തും വലത്തും പറയാൻ തുടങ്ങിട്ട്. സാറേ ഇടത്തോട്ട്. നീ എന്നെ കളിപ്പിക്കുക? എനിക്കറിയാം ആശുപത്രി ഇവിടെ. ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണോ? ഇറങ്ങിയോ? ഓ ഇതിനെ ഞങ്ങള് തരികിടാന്ന് പറയണേ. ഇപ്പൊ ഓടിയില്ലേ? വെറും സർക്കസ് കളി കൊണ്ട് 4-5 വയറുകൾ എങ്ങനെ കഴിഞ്ഞുകൂടാനാ? അപ്പോഴാ എങ്ങനെ ചില വേലകള് ആളുകളുടെ മനസ്സേൽപ്പിക്കാനാ. ചെറുക്കം വീഴുക, അല്ലെങ്കിൽ പെണ്ണ് വീഴുക. പെണ്ണ് വീഴുമ്പോഴാ കാശ് കൂടുതൽ കിട്ടണേ. കണ്ണുകൂട്ടിയല്ലേ, ആളുകൾക്ക് സഹതാപം കൂടും. അല്ലെങ്കിലും പെണ്ണുങ്ങൾ അടിതെറ്റി വീഴുന്ന കാണാൻ നാട്ടുകാർക്ക് നല്ല രസാ. ചങ്കുപൊട്ടുന്ന രസം. ഓക്രത്തരല്ലേ അവൻ കാണിച്ചേ? എന്നാലും എനിക്ക് അവനെ ഇഷ്ടമായി. പുറകെ വിളിച്ചു. ഇതെന്താ ഈ കോലത്തില്? പാന്റും ടൈയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോ? ഇതാവുമ്പോ ഇത് ഇടാൻ മറന്നാലും കലശലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകെ വിളിച്ച? എങ്ങോട്ട് പോവാ? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചനെ? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവും തുമ്പത്തുണ്ടായിരുന്നു. ആ മുംബൈ. സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്.
ഒരതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? എന്താ? അല്ല, സത്യേന്ദ്രനെ കണ്ട ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും, അവന്റെ അമ്മ ഭാനുമതി അറിയും, അവന്റെ അച്ഛൻ മഹേന്ദ്ര സിൻഹ അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയോടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലെല്ലായിരുന്നു ഡിന്നർ, പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്? എന്നാ 3 വർഷത്തിന് മുമ്പായിരിക്കും. അപ്പൊ ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ 2 3 വർഷം കൊണ്ട് ഒരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവനും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട, വണ്ടി വിട്. നോട്ട് നെസസറി മാൻ. ചതിച്ചു. ഒക്കെ കൊളായി എന്നാ തോന്നണേ. എന്ത് പറ്റി? ഓപ്പ ആളെ പിക്കപ്പ് ചെയ്യാൻ വരണേ. ഓപ്പയ്ക്ക് സത്യേന്ദ്രനെ അറിയാന്നാ പറയണേ. ശരിയായിരിക്കോ? എടോ, ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ എന്നൊരാളില്ല. ദൈവനവൻ. ഈ സത്യചന്ദ്രൻ എന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. ചിലപ്പോ ബോംബെയിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ? ഉണ്ടാകാൻ വഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയക്കറിയില്ലല്ലോ ഇന്ന് ഇവിടെ എത്തണമെന്ന്. സുഭദ്രയ്ക്ക് ഫോൺ ചെയ്ത് ഞാനല്ലേ ബോംബെയിലെ സന്ദീപിനെ വിളിച്ചു പറഞ്ഞിട്ട്. കുഴപ്പം വല്ലതും ഉണ്ടാവണ കേസാണെങ്കിൽ ഞാനില്ല, അതാദ്യം പറഞ്ഞേക്കാം. അത് ശരി. ഇപ്പഴേ നിന്റെ ധൈര്യം പോയാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ? നിങ്ങളൊന്ന് റിലാക്സ് ആവപ്പാ. ആൾക്ക് കക്ഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോഴേ സോൾവ് ചെയ്തേക്കാം. ആ കോട്ടന്നൂര് അത് തിരിച്ചാ. തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ. എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു, മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പോ വരും? പെട്ടികൾ. പെട്ടി അത് പുറകെ പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക. ഇത്രേ ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഓപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ. ഇനി സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം ലാൻഡ് ടിവിയിൽ കമ്മൽ തമാശ കാരണം കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടുപാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? എന്താ കാട്ടണേ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടോ? റോഡിനകത്ത് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് പറഞ്ഞ് താനെന്താ എന്റെ കാർ കയറിയേ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാണ്. ഏൽപ്പിച്ചേ പറയരുത്. ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. വീട്ടിൽ വന്ന് പറയണ്ട. തിരിച്ചു പോവാൻ ഓട്ടോറിക്ഷ കാശല്ലേ താചേട്ടാ? കാശെടുക്കാണോ? തനിക്ക് ആട്ടോ, ഞാൻ ആടി നിൽക്കുക. നടന്നു പോടോ. ഒത്തിരിയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാൽ സുഭദ്രയോട് എന്താ പറയാ? ഇതെന്താ കുട്ടികൾ ആദ്യമായിട്ട് കാഴ്ച ബംഗ്ലാവ് കാണുന്ന മാതിരി? അകത്തേക്ക് പോ.
നോക്കൂ. ഇങ്ങോട്ട് നോക്കണ്ട. സുഭദ്രാമ ഇന്ന് കാണാൻ പറ്റും തോന്നുന്നു. ഇന്ന് പൂജ ദിവസ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമുള്ള വിശേഷാൽ പൂജ. അതിന്റെ ഒരുക്കത്തിലാ ഇവിടെ എല്ലാരും, ഞാനും. അതെ നോക്കൂ, ഒരു കാര്യം ഇങ്ങനെ നോക്കാനല്ലേ പറഞ്ഞത്. മുകളിലത്തെ 3ാമത്തെ മുറി അതാ തനിക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ്ടേ? പൊക്കോളൂ പൊക്കോളൂ. എവിടെ? മുറിക്കുള്ളൂ. നീ പൊക്കോളൂ. ഏറ്റു. എടാ കള്ള, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഓപ്പയാണ് വിളിക്കുന്നത്. വരാൻ. ഓ വരണുണ്ട് വരണുണ്ട്. മുറിക്കുള്ളി കള്ളൻ. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. ഇത് കള്ളനല്ല, സത്യനാ. മരിച്ചുപോയ ശരത്ചന്ദ്ര സിൻഹയുടെ ചെറുമകൻ, ഭാനുമതി സിൻഹയുടെ മകൻ. മുംബൈയിൽ സത്യന്റെ അവിടെ കച്ചേരി നടത്ത ഓപ്പ പോയില്ലേ? ഡിന്നർ കഴിച്ചില്ലേ? കോക്ടെയിൽ അടിച്ചില്ലേ? അല്പം മുമ്പ് കാറിനകത്തിരുന്ന് മാപ്പിളപ്പാട്ടം കേട്ടില്ലേ? അതാര് പറഞ്ഞു? ആ ഡ്രൈവർ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. സ്റ്റേഷനിൽ ഒരു വായി നോക്കിയും കാണാത്തോണ്ട് സത്യേന്ദ്രൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. ഞാൻ ആ കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നത്. അടിയോടി, ഞാനാണ് സത്യേന്ദ്രന്റെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വന്നതെന്ന് സുഭദ്രയോട് പറയണം. അനിയനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. തെറ്റിദ്ധരിക്കരുത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു ആള് മാറിപ്പോയി, ഇവിടെ വെച്ചു ആള് മാറിപ്പോയി. ക്ഷമിക്കണം. ഇത്രേ ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഏയ്, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പോലെ മറവി, സംശയം, ഭയം, ദഹനക്കേട് എന്നതിന്റെ പ്രതീക ഓപ്പ. സുഭദ്രാ മാഡത്തിന്റെ ചേട്ടൻ. ഒരു 10 പൈസയുടെ കുറവുണ്ട്. ഓ മബു. മന്ദബുദ്ധി. ഇത് കുബു, കുരങ്ങന്റെ ബുദ്ധി. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന 2ാമത്തെ കുരങ്ങൻ. അപ്പൊ ആദ്യത്തെ കുരങ്ങൻ ആരാ? നോക്കൂ, പിന്നെ സൂക്ഷിക്കണം. സുഭദ്രാമയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. എന്തൊക്കെയാ? അതറിയാമെങ്കിൽ ഞാനെന്നെ രക്ഷപ്പെട്ടനെ. ഇവിടത്തെ കുതിരയോട് ചോദിച്ചു നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അയ്യോ, എന്താ? ഒന്നുമില്ല. പിന്നെ 2-3 പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ലേശ ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക. അല്പ കുറവ് കിട്ടും. അല്ല, ഭ്രാന്തിന്. ഇത് തളം തന്നെ വേണ്ടി വരും. എല്ലാത്തിനും വേണം ഈ ഓപ്പ ഓപ്പ ഓപ്പ. മനസ്സേ, നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നോളൂ. ആ ചെക്കനതാ തമ്പൂര് എടുത്ത് പൂജാമുറി വെക്കണു, നിലവിളക്ക് തുടച്ചു വെക്കണു, തിരി തെറുക്കണു. എന്നും നീയല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനെ പോയാൽ ആ സുഭദ്രയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവനോടാവും. ഇത്രേ ഓപ്പയ്ക്ക് പറയാനുള്ളൂ. അങ്ങോട്ട് ചെല്ലുക. ബുദ്ധിയില്ലാന്ന് വെച്ചാ. ഞാൻ അന്വേഷിച്ച് കിടക്കുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ വെച്ച് തന്നെ കണ്ടത് നന്നായി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അലമാരി വെച്ചിരിക്കുക. അയ്യോ കാണണ്ട. എന്നാലും ഒന്ന് കാണാലോ. പിന്നെ സൗകര്യപൂർവ്വം കണ്ടോളാം. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ. അതുപോരാ, ഇപ്പൊ തന്നെ കാണും. അത് പിന്നെ എപ്പോഴായാലും കണ്ടാ പോരെ. അത് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് സത്യത്തിനായിട്ടൊരു കണക്ഷനും. അതെ, അതും കൂടി പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. പിന്നെ ബോംബെയിൽ ഒരു കച്ചേരി നടത്തണം. എന്റെ വയലിൻ കച്ചേരി. അതിനു വേണ്ടി ഒരു വയലിൻ ഞാൻ മാറ്റി വെച്ചിരിക്കാം. അറിയാതെ. എന്റെ ഒന്നുമില്ല. ഞാനേ അസലായിട്ട് വയലിൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ചുമ്മാ ഇരിക്കാം. ആ തൂത്തുക്കുടിയിലോ അല്ല പിന്നെ ചാലക്കുടിയിലോ ലാൽക്കുടിയിലോ ഒരു വലിയ വയലിൻ വിദ്വാനുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഞാൻ. ചെന്ന് കയറി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഡൈ ശ്രീനിവാസ, നീ പോയി തനിയെ വായിങ്കോ, അതാ ഉനക്ക് ബെറ്റർ. അന്ന് മുതൽ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് ബോംബെയിൽ ഒരു വയലിൻ കച്ചേരി നടത്തുന്നത്. ബോംബെയിൽ നല്ല ഇൻഫ്ലുവൻസ് ഒക്കെ കാണുമല്ലോ. എന്നാ കച്ചേരി ഗംഭീരമായിരിക്കും. അപ്പൊ വയലിൻ. ഇന്ന് വയലിൻ കാണാൻ പറ്റിയ മുഹൂർത്തമല്ല. പോരാത്തന് ഇപ്പൊ യമകണ്ഠ കാലം കൂടെ. യമകണ്ഠമാണോ? നീയും കാണണ്ട, ഞാനും കാണണ്ട. ഓപ്പ ഒരു വയലിൻ ഉസ്താദല്ലേ? കൊച്ചു കള്ളൻ ആരോടും പറയാതെ ഞാനൊരു മാറട്ടെ. എന്റെ അമ്മേ,
ഇങ്ങോട്ട് ഇറങ്ങി വാ. അവിടെ നിൽക്കാൻ. മാനസി, അവിടെ നിൽക്കാൻ പറഞ്ഞേ. മാനസി. ഏയ്, ഇത് സൂപ്പറാണ് നീ പഠിക്കാൻ. നീ പഠിച്ചിട്ട് വരുമോ? ഞാൻ ഓപ്പ ഇപ്പൊ കണ്ടുപിടിച്ചാനെ. കണ്ടാലെന്താ? ഈ കുതിരക്ക് പേടിയൊന്നുമില്ലേ? ഏയ് അയ്യോ അതെ അമ്മ. അയ്യോ എടാ ഓർക്കും തോറും ചിരി വരിക. ശ്ശെടാ, ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്തോ ഗുണ്ട് മേടിക്കണ്ട. നമ്പർ ഇത്രയോ? അയ്യോ വിട്. ഞാൻ ഇങ്ങോട്ട് വാ. ആവൂ, തേടിയ വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പന്നെ കണ്ടുടാ. ഇവിടെ കയറി ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും.